ഈ വീഡിയോയിൽ എൻ്റെ ഇൻവെസ്റ്റിംഗ് ജേണി ഞാൻ ഇന്നാണ് തുടങ്ങുന്നതെങ്കിൽ എങ്ങനെ ചെയ്യും എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും മുന്നേ തന്നെ വെൽ ഡൺ ഫോർ ക്ലിക്കിംഗ് ഓൺ ദിസ് വീഡിയോ. ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്തതിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട സമയം 100% നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ വീഡിയോ കൊണ്ട് ഗുണം എനിക്ക് മാത്രമായിരിക്കും. കാരണം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ യൂട്യൂബ് എനിക്ക് പൈസ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ പൈസ ഉണ്ട്, 100 രൂപ ആയിക്കോട്ടെ 200 രൂപ ആയിക്കോട്ടെ, അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത് ഈ തുടക്ക സമയത്ത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ വീഡിയോ ബിഗിനേഴ്സിനുള്ള അൾട്ടിമേറ്റ് ഗൈഡാണ്. ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ സിമ്പിൾ സ്റ്റെപ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനുള്ള ഒരു ഗൈഡ്. അപ്പോൾ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ റിസർച്ച് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം, അത് ഒരുപാട് പേർക്കൊന്നും വരാൻ വഴിയില്ല. എങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിനെ നമ്മൾ പണിയെടുക്കാൻ വിടാൻ, കയ്യിലുള്ള പണം ഗ്രോ ചെയ്യാൻ, ഇൻഫ്ലേഷൻ കാരണം നമ്മുടെ പണത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, ഈ പറഞ്ഞ പല പോയിന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർറിലേറ്റഡ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ, ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൂടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്താണ് ഈ കോമ്പൗണ്ടിങ് ഗ്രോത്ത് എന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ 25,000 രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഇയർലി റിട്ടേൺസ് ഒരു 10% ആണ് എന്നൊന്ന് അസ്യൂം ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഏകദേശം 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ കോർപ്പസ് ഏകദേശം 50 ലക്ഷം രൂപ ക്രോസ് ചെയ്യും. പക്ഷേ നമ്മുടെ ടോട്ടൽ കോർപ്പസ് 1 കോടി ക്രോസ് ചെയ്യാനായിട്ട് വീണ്ടും ഒരു 10 വർഷം കൂടെ എടുക്കില്ല, 5 വർഷം കൂടെ മാത്രം മതി. അതായത് 15 വർഷം കഴിയുമ്പോഴത്തേക്ക് 1 കോടി ക്രോസ് ചെയ്യും. ഇനി 2 കോടി ആവാനോ? 15 വർഷം കൊണ്ടാണ് ആദ്യത്തെ 1 കോടി ക്രോസ് ചെയ്തത് എങ്കിൽ പോലും അടുത്ത 6 വർഷം കൊണ്ട് തന്നെ നമ്മുടെ കോർപ്പസ് 2 കോടി കടക്കും. എന്ന് വെച്ചാൽ 21ാമത്തെ വർഷം കഴിയുമ്പോഴേക്കും 2 കോടി കടക്കും. ഇനി അത് 25 വർഷം ആകുമ്പോഴത്തേക്ക് 3 കോടി കടക്കും. 30 വർഷം ആകുമ്പോഴത്തേക്ക് 5 കോടി ക്രോസ് ചെയ്യും. ഞാൻ ഈ കോടികളൊക്കെ വാരി വലിച്ച് എക്സാമ്പിളായിട്ട് പറയുന്നത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഐഡിയ മനസ്സിലാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ 1 കോടി ഉണ്ടാവാൻ 15 വർഷം എടുത്തെങ്കിൽ രണ്ടാമത്തെ 1 കോടി ഉണ്ടാവാൻ 6 വർഷമേ എടുത്തുള്ളൂ. അടുത്ത 1 കോടി ഉണ്ടാവാൻ 4 വർഷമേ എടുത്തുള്ളൂ. അടുത്ത 2 കോടി ഉണ്ടാവാൻ 5 വർഷമേ എടുത്തുള്ളൂ. അപ്പോൾ ഇതാണ് കോമ്പൗണ്ടിങ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ ഒരു കോമ്പൗണ്ടിങ് ഗ്രോത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നീണ്ട കാലത്തേക്ക് ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിങ് ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FD, അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനിതൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം അതൊക്കെ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്ക് അറിയാവുന്നതാണ്. അതല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഒരു അടിപൊളി കഴിവുണ്ടെങ്കിൽ അത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, അതിൽ സ്കിൽഫുൾ ആവാൻ ശ്രമിക്കുക, ഇൻ ഡെപ്തിൽ അത് ലെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പൈസയൊക്കെ തനിയെ വരും. അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം. നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ വീണ്ടും ഒരു പ്രശ്നമുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ വേണം, ഇത് തുടങ്ങാൻ പൈസ വേണം, സമയം വേണം. ഇനി നമ്മൾ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് വന്നെന്ന് പറഞ്ഞാൽ പോലും ഈ ബിസിനസ് സക്സസ്ഫുൾ ആവും എന്ന് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി ബിസിനസ് തുടങ്ങി നന്നായിട്ട് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ പോയി പാർട്ട്ണർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നന്നായിട്ട് റൺ ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ നമ്മൾ എങ്ങനെ പോയി പാർട്ട്ണർ ചെയ്യും? നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്യും? അതിനാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് കണ്ടുപിടിക്കുന്നതിലും എളുപ്പമാണ് ലോകത്തിലുള്ള ഏത് കോണിലുമുള്ള നല്ല സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കണ്ടുപിടിക്കാൻ. അതിനെ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് സഹായിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലുള്ള ഏത് കോണിലുള്ള നല്ല രീതിയിൽ റൺ ചെയ്യുന്ന നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക് ഒരു നല്ല കമ്പനിയാണ് എന്ന് എനിക്കറിയാമെന്ന് കരുതുക. ഞാനവിടെ പാർട്ട്ണർ ചെയ്യാനായിട്ടോ അതല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ ഞാൻ HDFCയുടെ CEO പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ഏതെങ്കിലും ഒരു ബ്രോക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അവിടെ കയറിയിട്ട് HDFC ബാങ്കിന്റെ സ്റ്റോക്സ് ഞാൻ വാങ്ങിയാൽ മാത്രം മതിയാവും. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഒരു ചെറിയ പാർട്ട്ണർ ആവുന്നത് പോലെ തന്നെയാണ്. കമ്പനി നല്ല ലാഭത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കും അതിന്റെ ഗുണം കിട്ടും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് അമേരിക്കയിലുള്ള ആപ്പിൾ അതല്ലെങ്കിൽ Nvidia ഇതുപോലത്തെ ഏത് കമ്പനിയും നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങളുടെ റിസർച്ചിൽ നിന്ന് നല്ലതാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും.
പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ കമ്പനി നല്ലതാണോ എന്ന് ചൂസ് ചെയ്യാൻ നമുക്കറിയണം. ഇനി നമുക്കത് അറിയില്ലെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. കാരണം ബിഗിനേഴ്സ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മിക്ക ആളുകൾക്കും ഇത് ചൂസ് ചെയ്യാൻ അറിയില്ലായിരിക്കും. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആണ് എന്ന് മാത്രമല്ല, ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റിംഗിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ല, അതിനുള്ള സൊല്യൂഷനും ഉണ്ട്. എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് നമുക്ക് മുന്നോട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ പൈസ ഉണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നു, ഒരുപാട് നല്ല കമ്പനികളുടെ പാർട്ട്ണർ ആവാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കുന്നു, നമ്മൾ ബിഗിനേഴ്സ് ആണ്, അപ്പോൾ ഒരുപാട് റിസ്ക് ഒന്നും എടുത്ത് ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത കമ്പനിയിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അത്യാവശ്യം നല്ല സ്റ്റേബിൾ കമ്പനീസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനി എടുത്ത് വെച്ച് ആ കമ്പനി നല്ലതാണോ എന്ന് നോക്കി പഠിക്കാനുള്ള സമയവും നമുക്കില്ല, അതിനുള്ള അറിവും നമുക്കില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇൻഡെക്സ് ഫണ്ട്സ്. അപ്പോൾ ഇതെങ്ങനെ വാങ്ങും, എവിടെ പോയി വാങ്ങും എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്നതിന് മുമ്പേ എന്താണ് ഈ ഇൻഡെക്സ് ഫണ്ട് എന്നും എന്തുകൊണ്ട് നമുക്കിത് ചേരും എന്നും നമുക്കൊന്ന് നോക്കാം. ഇൻഡെക്സ് ഫണ്ട്സ് രണ്ട് വാക്കാണ്. ആദ്യം തന്നെ ഈ ഇൻഡെക്സ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മേ ബി നമുക്കൊരു സൈൻ ബോർഡ്, അതല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ എന്നൊക്കെ എടുക്കാം. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സ്കൂൾ ഉണ്ടെന്ന് കരുതുക. ആ ഒരു വർഷം 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ച ആ കുട്ടികളായിരിക്കും ആ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് ഇവർ പുറത്ത് കാണിക്കുന്നത്. ഒരു വളരെ ബാഡ് എക്സാമ്പിൾ ആണെന്ന് എനിക്കറിയാം, ആ പരിപാടി തന്നെ വളരെ ബോറാണ് എന്നും എനിക്കറിയാം. പക്ഷേ എങ്കിലും ഈ ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റിനെയും റെപ്രസെന്റ് ചെയ്യാൻ ഇങ്ങനെ കുറച്ച് ടോപ്പേഴ്സ് കാണും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ സ്റ്റോക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കിയാൽ അതാണ് ഈ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഇൻഡെക്സ് ഫണ്ട് തന്നെ പല വിധമുണ്ട്, ഞാൻ അതിലേക്ക് കടന്ന് വലിയ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനികളെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തരുവാണ്. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടോപ്പ് കമ്പനീസിലാണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് പാസീവ്ലി മാനേജ്ഡ് ആണ്. അതായത് ഒരു ഫണ്ട് മാനേജർ ഇരുന്നിട്ട് മെനക്കെട്ട് ഇത് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ടോപ്പ് കമ്പനീസ് ഏതൊക്കെയാണ് എന്ന് ഈ മാനേജർമാരല്ല തീരുമാനിക്കുന്നത്, അത് ആ കമ്പനികളുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. നമുക്ക് മാത്രമല്ല, അവരുടെ മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് തന്നെ അത് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ ഫണ്ട് മാനേജേഴ്സ് മെനക്കെട്ട് ഇത് മാനേജ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ കമ്മീഷൻസ് വളരെ വളരെ കുറവായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ടോപ്പ് കമ്പനീസ് ഓരോ 6 മാസം കൂടുമ്പോഴും റിവിഷൻ വന്നിട്ട് ഇത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ ഈ ഇൻഡെക്സ് ഫണ്ട് വാങ്ങിക്കൊണ്ടേ ഇരുന്നാൽ മതി. നമ്മൾ ഇൻഡെക്സ് ഫണ്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജറോ ഫണ്ട് ഹൗസോ അവർ കൃത്യമായിട്ട് ഈ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്തിട്ട് ആ സ്റ്റോക്സ് വാങ്ങിച്ച് വെച്ചുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ചുമ്മാതിരുന്ന് ഈ സ്റ്റോക്സ് എല്ലാ മാസവും വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇനി നമ്മളിത് എവിടെ പോയി വാങ്ങിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് NSEയുടെ വെബ്സൈറ്റിൽ തന്നെയുള്ള ഇൻഡെക്സ് ഫണ്ടുകളുടെ ETF-ന്റെ ഒരു നീണ്ട നിര. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വേണേ വാങ്ങിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല തരത്തിലുള്ള ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്. അത് എത്ര വെയിറ്റേജ് വെച്ചിട്ടാണ് ഓരോ കമ്പനി വാങ്ങിക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ഇൻഡെക്സ് ഫണ്ട്സ് ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അതും ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇത് എവിടെ പോയി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രോക്കറിൻ്റെ ആപ്പിൽ കയറി ഈ പേരൊന്ന് അടിച്ചു കൊടുത്താൽ അത് അവിടെ മിക്കവാറും കാണും. നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള നല്ല ബ്രോക്കർ ആപ്പുകളൊക്കെ ഉണ്ട്. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ബ്രോക്കേഴ്സ് ആപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഏത് പിക്ക് ചെയ്താലും നിങ്ങൾക്ക് അവിടെ കയറി ഇതൊക്കെ വാങ്ങിക്കാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, പ്രോഫിറ്റ് ഓർ ലോസ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? എക്സാക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ 2023 ജനുവരി 13-ാം തീയതി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക. ഈ ഇൻഡെക്സ് ഫണ്ട് തന്നെ ആയിക്കോട്ടെ. അന്ന് ഈവനിങ് ആയപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ പണം വിഡ്രോ ചെയ്തു എന്നും അങ്ങ് കരുതിക്കോ. ഞാൻ നമ്മുടെ ആ ദിവസത്തെ ചാർട്ടൊന്നും എടുത്ത് നോക്കിയിട്ടില്ല, പക്ഷേ എങ്കിലും ഞാൻ അസ്യൂം ചെയ്യുവാണ്, അന്നത്തെ ദിവസത്തെ നിങ്ങൾ വിഡ്രോ ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ലോസും പ്രോഫിറ്റും ആവാനുള്ള ചാൻസ് മേ ബി 50-50 ആയിരിക്കും. ഇനി അത് ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ് വരാനുള്ള ചാൻസസ് 40% ആയിരിക്കും, പ്രോഫിറ്റ് വരാനുള്ള ചാൻസസ് 60% ആയിരിക്കും. ഇനി 5 വർഷം കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 80-20 ആയിരിക്കും. നിങ്ങൾക്ക് ലോസ് വരാനുള്ള ചാൻസസ് 20% മാത്രമേ കാണൂ. ഒരു 7 വർഷത്തിനോ 10 വർഷത്തിനോ മുകളിലൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, പല പഠനങ്ങളും ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. 100% നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുന്ന കാലാവധി കൂടുന്തോറും നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ പൈസയും കൊണ്ട് ഇവിടെ ഇടരുത്. സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ ഇൻഡെക്സ് ഫണ്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ പൈസ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. കുറച്ച് പൈസ നമുക്ക് വേണേൽ FD ഇടാം, കുറച്ച് നമുക്ക് ഗോൾഡിലിടാം. വേറെ നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന, ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിശ്വാസമുള്ള എവിടെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു പോർഷൻ മേളിൽ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക.
നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡെക്സ് ഫണ്ട് നല്ലൊരു സ്റ്റാർട്ടുമായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അങ്ങനെ റിസ്ക് കൂടിയ സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനീസിലും ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടും. ആ സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഹോൾ ഇൻവെസ്റ്റിംഗ് പരിപാടി വളരെ സിമ്പിളായിട്ട് മുമ്പോട്ട് പോയാലും ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്ന ഒരാൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അവർക്ക് അവരുടെ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ പറഞ്ഞത്. നിങ്ങൾ എവിടെയാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതിനുള്ള ഉത്തരം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളൊരു അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ അത് ഉറപ്പായിട്ടും കാണാൻ ശ്രമിക്കുക. അത് ബിഗിനേഴ്സിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ആണ്. അപ്പോൾ അതും കൂടെ കാണാൻ ശ്രമിക്കുക.